ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BA സോഷ്യോളജി പ്രോഗ്രാമിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ IGNOU യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BSW, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ എന്താണ് BA സോഷ്യോളജി, ആ ഒരു സോഷ്യോളജി കോഴ്സിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളൊരു +1, +2 നമ്മുടെ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലാണ് കൂടുതലായിട്ടും സ്റ്റുഡൻസ് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഒരു പേപ്പറിനെ പറ്റി കേട്ട് തുടങ്ങുന്നത്. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും അത് കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ചില കുട്ടികൾക്ക് അതൊരു പുതിയ വേർഡ് അല്ലെങ്കിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ പല സ്റ്റുഡൻസും ഒരു ഡിഗ്രി ലെവലൊക്കെ എത്തുന്ന സമയത്ത് ഈ ഒരു കോഴ്സ് എടുക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനും ആ ഒരു കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, സ്കോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു കോഴ്സുകളിൽ നിന്നും ഈ ഒരു കോഴ്സ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സോഷ്യോളജി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ ഒരു സമൂഹത്തെ പറ്റി പഠിക്കുന്ന ഒരു പഠനമാണ് സോഷ്യോളജി എന്നുള്ളത്. വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BA സോഷ്യോളജി എന്നുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും വർക്കിന് പോകുന്നവരോ അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് പെട്ടെന്ന് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BA സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും, BA സോഷ്യോളജി എന്നുള്ളൊരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവരുടെ മുന്നിലുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഗവേഷണ സാധ്യതകളാണ്. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PhD അല്ലെങ്കിൽ റിസർച്ച് പോലെയുള്ള ഫീൽഡിലേക്കുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമൂഹവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസികൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റുഡൻസിന് കഴിയുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റഡീസ് ആണ്, അതായത് MPhil, മാസ്റ്റേഴ്സ് പോലെയുള്ള സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, UPSC പോലെയുള്ള എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് അവരുടെ ഒരു സബ്ജക്റ്റ് ആയിട്ട് സോഷ്യോളജി ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏത് കോഴ്സുകളെയും പോലെ തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ചാൻസും കൂടെ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ടീച്ചിങ്ങിനും +1, +2 പോലെയുള്ള ക്ലാസ്സുകളിലും ഡിഗ്രിയിലും ഒക്കെ നിങ്ങൾക്ക് ടീച്ചിങ്ങിനും കയറാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് BA സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ BA സോഷ്യോളജി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിന് NGOസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഈസി ആയിട്ടും എന്നാൽ ഹൈ ക്വാളിറ്റിയിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BA സോഷ്യോളജി എന്നുള്ളത്. സോ ഈ ഒരു BA സോഷ്യോളജി എന്നുള്ള കോഴ്സിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ IGNOU യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BSW, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമുക്കിപ്പോൾ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.